ലാൽകുമാർ, എന്താണ് നന്ദുവിനോട് ചോദിക്കാനുള്ളത്, BJP-യോട് ചോദിക്കാനുള്ളത്? അല്ല, ചോദിക്കാനല്ല, ഇതിനകത്ത് രണ്ട് മൂന്ന് വിഷയങ്ങൾ നന്ദു പറഞ്ഞതിനകത്ത്. നന്ദുവിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായി പാലസ്തീനെ ഒരു കാലത്തും ഇന്ത്യ പാലസ്തീൻ ജനതയെ തീവ്രവാദികൾ എന്ന് വിളിച്ചിട്ടില്ല. ഇവിടുത്തെ താലിബാനികളെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് BJP-ക്കാരാണ് ആദ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. താലിബാനികളെ കാര്യം വിളിക്കുന്നതിന് കാരണമുണ്ട്. നമ്മുടെ കാണ്ഡഹാറിലേക്ക് നമ്മളെ വിമാനം അടിച്ചോണ്ട് പോയി. ആ വിമാനം അടിച്ചുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദികളെ അവരുടെ കൈ കൊണ്ടു കൊടുത്തത് ആരാണ്? അന്ന് ഇവരുടെ മന്ത്രിയായിരുന്ന യശ്വന്ത് സിംഗ് സാബാണ്. അദ്ദേഹം വലിയ മനുഷ്യനാണ്, അതിനകത്ത് എനിക്ക് സംശയമില്ല. പക്ഷെ ഇവരുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അന്ന് ഇവർ തീവ്രവാദികളാണെന്ന് ലോകത്തോട് വിളിച്ചു ഞാൻ പറയട്ടെ. ഈ പറയുന്നേ ഇതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പൊ പാലസ്തീൻ ജനതയുമായി ബന്ധപ്പെട്ട പാലസ്തീൻ കോസ്റ്റ്, പാലസ്തീന് വേണ്ടി പാലസ്തീന്റെ കുപ്പായം ഇട്ടു എന്ന് പറയുന്നത് പാലസ്തീൻ തീവ്രവാദികളായിട്ട് BJP തീരുമാനിച്ചോ? അങ്ങനെ അത് വ്യക്തമാക്കണം. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും വ്യക്തമാക്കണം. പാലസ്തീനിലെ ജനങ്ങള് പാലസ്തീന്റെ ഈ വിഷയം തീവ്രവാദികളുടെ വിഷയമാണ്. അത് അങ്ങനാണെങ്കിൽ അത് ആ പറഞ്ഞതിന് പ്രസക്തിയുണ്ട്. അടുത്തത് അഫ്ഗാനികളെ, പ്രത്യേകിച്ച് താലിബാൻ ഭരിക്കുന്ന സ്ഥലത്ത് താലിബാന്റെ ആളെ വിളിച്ചു നിർത്തി ഉമ്മ കൊടുക്കുന്ന സീനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവരെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് ഇവര് തന്നെയാണ്. രണ്ട്, അടുത്തത് ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അദ്ദേഹം ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല, ഈ ഭാരതമാതാവിന്റെ ഫോട്ടോയ്ക്ക് പുറകെ നിൽക്കുന്ന ഒരു ഭാരതമുണ്ട്. ആ ഭാരതത്തിനകത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ശത്രു രാജ്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യുന്ന പാകിസ്ഥാന്, നമ്മൾ പറഞ്ഞില്ലേ എനിമി സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടില്ല. അത് പോട്ടെ. നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുന്ന, നമ്മുടെ പൗരന്മാരെ കൊല്ലുന്ന, നമ്മുടെ പൗരന്മാരെ അതിർത്തി ക്രോസ് ചെയ്ത് വന്ന് കൊല്ലുന്ന ഈ പറയുന്ന പാകിസ്ഥാനെ, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ, ഈ ലോകമെമ്പാടും ആൾക്കാരെ, പ്രതിനിധികളെ വിളിച്ച് എതിർക്കുന്ന ഈ പറയുന്ന രാജ്യവും അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭാരതവർഷമാണ് അപ്പുറം ഇരിക്കുന്നത്. അതിന് ഗീജയെ വിളിക്കാൻ സൗകര്യപ്പെടില്ലെന്നേ. സൗകര്യപ്പെടാൻ പറ്റില്ല. സൗകര്യപ്പെടാൻ പറ്റില്ല. കാര്യം അത് നിങ്ങൾക്ക് അതിനകത്ത് ഗണഗീതമാണ് അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ഭാരതാംബയുടെ റെപ്രസെന്റേഷനകത്ത്, ആ പ്രസന്റേഷനകത്ത് പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾക്ക് ഈ പറയുന്ന ഭാരതമല്ല യഥാർത്ഥ ഭാരതം. ഭാരതവർഷം വലിയൊരു ഭാരതവർഷമാണ്. ഞങ്ങൾ ഈ ഭരണഘടനയെ കുറിച്ച് പറയുന്നത് ഈ ടെറിട്ടോറിയൽ റീജിയനകത്ത് വരുന്ന ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഒരു സംശയം, സാംസ്കാരികമായ ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. അതൊരു കൾച്ചറൽ സാധനം മാത്രമല്ല, പൊളിറ്റിക്കലാണ്. അതിന് ടെറിട്ടറി ഉണ്ട്. കാര്യം ഇന്ത്യൻ ഭരണഘടന പാകിസ്ഥാനിൽ ആപ്ലിക്കബിൾ ആണോ? പക്ഷെ പാകിസ്ഥാനിലെ ടെറിട്ടറിയിലുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലെ ഭാരതാംബയുടെ പുറയിലാണ് ഇവർ. പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ എതിർക്കുവാണ്. അതിനകത്ത് സംശയമല്ല. നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിന്റെ ആൾക്കാരെ കൂടെ ചേർത്ത് വെക്കുന്ന ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ നമ്മുടെ